ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് BEGC 106 പോപ്പുലർ ലിറ്ററേച്ചറിലെ ഫോർത്ത് ബ്ലോക്കായ ബിമിയാന ദ അൺടച്ചബിലിറ്റി, ദ സ്റ്റോറി ഓഫ് അൺടച്ചബിലിറ്റി, എക്സ്പീരിയൻസ് ഓഫ് അൺടച്ചബിലിറ്റി, നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ആദ്യമായിട്ട് ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ ബിമിയാന പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട അത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ജെൻഡർ ഏതാണെന്ന് അറിയണം. അത് ഒരു ഗ്രാഫിക് നോവലാണെന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ബിമിയാന റാഡിക്കലൈസസ് ദ ഫോം ഓഫ് ദ കോമിക് ബുക്ക് ആസ് വെൽ ആസ് ദ ജെൻഡർ ഓഫ് ദ ബയോഗ്രഫി എന്നാണ് പറയുന്നത്. ഇത് ഡോക്ടർ ഭീമാറാവ് രാംജി അംബേദ്കർ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറായ BR അംബേദ്കറിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ആൻഡ് ഹിസ് എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒരു ഓവറാൾ ലൈഫ് ഓഫ് സ്കെച്ച് തന്നെയാണിത്. പക്ഷേ ഇത് അദ്ദേഹം സ്വയം എഴുതിയതല്ല, അത് എഴുതിയ ആൾക്കാർ വേറെയാണ്. പക്ഷേ ഇത് എഴുതിയിരിക്കുന്ന ഒരു ഗ്രാഫിക് നോവൽ എന്ന രീതിയിലാണ്. ഗ്രാഫിക് നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിമിലർ ടു കോമിക് ബുക്സ്. അതായത് നമ്മൾ കളിക്കുടുക്ക, ബാലരമ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ആർട്ട് ഉപയോഗിച്ചെങ്ങാണ്ട്, അതേപോലെ കൂടുതൽ ഇമേജസ് ഉപയോഗിച്ചെങ്ങാണ്ട്, വേർഡ്സിനേക്കാളും കൂടുതൽ ഇമേജസ് ആണ് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുണ്ടാവുക. ആ രീതിയിലുള്ള ഒരു നോവലാണിത്. മാത്രമല്ല ഇത് ഗോണ്ട് ആർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗോണ്ട് ആർട്ട് എന്നുള്ളത് അതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്. ഗോണ്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഏഷ്യയിലെ ഒരു ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പാണ്. അതായത് ആദിവാസി പോലുള്ളൊരു ഗ്രൂപ്പാണ്. അവർ ഇവിടെ സൗത്ത് ഈസ്റ്റേൺ മധ്യപ്രദേശിലും അവരുടെ പ്രസൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗോണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവരിൽ പാർധൻസ് എന്ന് പറയുന്നവരാണ് അതിലെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ വഹിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ബുദ്ധി, വിസ്ഡം, അതേപോലെ വിശ്വാസങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ ഫോക്ക്, അതായത് ഓറൽ രീതിയിലാണ്. അപ്പോൾ ഫോക്ക് ടെയിൽസ്, ഫോക്ക് സോങ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് അവരത് ചെയ്തിരുന്നത്. പിന്നീട് അത് വിഷ്വൽ ആർട്ടിലേക്കും അതേപോലെ പെയിൻറ്റിങ്സിലേക്കൊക്കെ മാറി. അപ്പോൾ ഗോണ്ട് ആർട്ടിൽ 3 ടൈപ്പ് ഓഫ് സ്പീച്ച് ബബിൾസ് ആണുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ കളിക്കുടുക്കിയിലൊക്കെ ഇങ്ങനെ ആ പിക്ചർ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ പല രീതിയിലാണ് ബബിൾസിലാണ് ഇതിൽ എഴുതുക. അവർക്ക് നമുക്ക് പറയുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ, അത് ചിന്തിക്കുന്നത് വേറൊരു രീതിയിലുള്ള ബബിളും പറയുന്നത് വേറൊരു രീതിയിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ അത് 3 തരത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബേർഡ് ബബിളിൽ സിഗ്നിഫൈ ചെയ്യുന്നത് സോഫ്റ്റ് സ്പീച്ചസ് ഓഫ് ക്യാരക്ടേഴ്സും അതേപോലെ കാസ്റ്റ് പ്രൊജുഡിസസും ആണ് ടാർഗറ്റ് ചെയ്യുക. അതായത് ഈ ഒരു സ്റ്റോറി, ബിമിയാനൻ്റെ അംബേദ്കറിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളെന്ന രീതിയിൽ മാത്രമല്ല BR അംബേദ്കർ ഇന്നും നിലനിൽക്കുക. അദ്ദേഹം ദളിത് മൂവ്മെൻറ്റിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ഇത്രയെങ്കിലും നമ്മുടെ ലോ കാസ്റ്റിന് കാണുന്ന ഒരു പുരോഗതിയുടെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഫറിങ്സും ഹാർഡ്ഷിപ്സും ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഇതിലൊരുപാട് കാസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജാതി, മതം, വർഗ രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാസ്റ്റ് പ്രെജുഡിസസ് ആണ് വരുന്നത് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിങ് ഷേപ്പ്ഡ് ബബിൾ ഉണ്ട്. അത് ഷാർപ്പ് വെനമസ്ഡ് ആയിട്ടുള്ള വേർഡ്സ്, വളരെ വിഷതുല്യമായിട്ടുള്ള വേർഡ്സ്, അത് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് പറയുന്നു. പിന്നെ തോട്ട് ബബിൾസ് ആണ്. തോട്ട് ബബിൾസ് ഈസ് അറ്റാച്ച്ഡ് ടു സ്കെച്ച് ഓഫ് ഐയിൽ നിന്ന് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെ തോട്ട് ബബിൾസ് കൊടുത്തിരിക്കുക. കാരണം അതിൽ പെർസെപ്ഷൻസ് മാത്രമേ കൊടുക്കുള്ളൂ, അതിൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല. അതായത് അതിൽ സംസാരം ഉണ്ടാവില്ല, അതിലവരുടെ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളതാണ് ആ തോട്ട് ബബിളിൽ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ 3 ടൈപ്പ് ബബിളിലാണ് ഗോണ്ട് ആർട്ടിൽ ഇവർ ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ആരൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേര് 2011 ഇത് പബ്ലിഷ് ചെയ്തത്. അതേപോലെ ഇതൊരു ഹൈബ്രിഡ് മീഡിയത്തിൽ ടെക്സ്റ്റും ഇമേജസും ഒക്കെ സ്റ്റോറി ഇല്ലുസ്ട്രേഷനൊക്കെ ഗോണ്ട് ആർട്ടിൽ ചെയ്തിരിക്കുന്നത് ദുർഗാബായ് വ്യാമും സുഭാഷ് വ്യാമുമാണ്. പിന്നെ സ്റ്റോറി ലൈൻ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യാ നടരാജനും S ആനന്ദുമാണ്. അപ്പോൾ അവരാണിത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് അംബേദ്കറിന്റെ ഫുൾ നെയിം എന്താണ്? ഡോക്ടർ ഭീമാറാവ് രാംജി അംബേദ്കർ. 1891 ഭീമാബായിക്കും രാംജി സക്പായിക്കുമാണ് ഒരു മൗ എന്നുള്ള സ്ഥലത്ത്
നൗ ഇറ്റ്സ് ഇൻ മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളേക്കാരം ഫാദർ. അപ്പോൾ ഒരു പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് റിട്ടയർഡ് ആയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ആണ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇംഗ്ലീഷ് സ്കൂളിലാണ് ചേർക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് സ്കൂളിൽ ആണെങ്കിൽ പോലും അദ്ദേഹം നേരിടേണ്ടി വരുന്ന ആ ഒരു ഇനിക്വാലിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അദ്ദേഹം കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG നേടി, പിന്നെ നിയമം പഠിച്ചു, അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്ററായി, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി, പിന്നെ അങ്ങനെ 1957 മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഭയങ്കര സംഭവ ബഹുലമായിരുന്നു കേട്ടോ. അപ്പോൾ ഗോൺ ടു ആർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലേക്ക് പോകാം. അതിൽ ഭീമിയാന പറഞ്ഞില്ല, അതൊരു കോമിക് ഗ്രാഫിക് നോവൽ എന്ന രീതിയിലാണ് ഇത് കൂടുതൽ എഴുതിയിട്ടുള്ളത്. കാരണം ഇതൊരു പൺ രീതിയിൽ, പൺ എന്ന് പറഞ്ഞാൽ കോമിക് രീതിയിൽ, ഫൺ രീതിയിൽ എഴുതിയിട്ട് അതൊരു എപ്പിക് നറേറ്റീവായ രാമായണം ഉണ്ടല്ലോ. അപ്പോൾ രാമൻ്റെ കഥയാണ് രാമായണം, അതേപോലെ ഭീമിൻ്റെ കഥയാണ് ഭീമായന. ഭീം എന്ന് പറയുന്നത് അംബേദ്കറിനെ വിളിച്ചിരുന്നൊരു ചെല്ലപ്പേരാണ് ഭീം. അപ്പോൾ ഭീമാറാവ് രാംജി അംബേദ്കർ എന്നാണല്ലോ ഫുൾ പേര്. അപ്പോൾ BR അംബേദ്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെല്ലപ്പേരാണ് ഭീം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഭീമിയാന എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഇൻഡിവിജ്വൽസ് ഒരു അർബൻ ഏരിയയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ മഹർ കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദളിത് കമ്മ്യൂണിറ്റീൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റിൽ വരുന്നത് വാട്ടർ എന്നുള്ളതാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്നൊരു സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് അവർ താഴ്ന്ന ജാതിക്കാർ അനുഭവിച്ച കുറച്ച് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളാണ് വരുന്നത്. അതായത് ചെറിയ കുട്ടിയാവുമ്പോൾ ഇപ്പോൾ പറഞ്ഞില്ല, കുട്ടികൾ നല്ല സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ മറ്റുള്ള കുട്ടികളൊന്നും തൊടാത്ത രീതിയിൽ നീട്ടി വേറൊരു ഭാഗത്ത് അൺടച്ചബിൾ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേറൊരു ഭാഗത്ത് എത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹം തോന്നുകയും അപ്പോൾ ആ കുട്ടി ടീച്ചറോട് വെള്ളം ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് നിനക്ക് ഹെയർ ഒന്ന് ഷോർട്ടായി കട്ടാക്കി കൂടെ എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ദാഹിക്കൂല. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ അറിയാതെ എങ്ങനെ കുട്ടിയെ തൊടുകയോ അല്ലെങ്കിൽ ആ കുട്ടി തൊടുന്ന ക്ലാസ്സും ആ കുട്ടി വെള്ളവുമായി ബന്ധപ്പെട്ടാൽ പിന്നെ മറ്റുള്ളവർക്ക് കുടിക്കാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് പ്യൂണിനോട് ചോദിക്കാൻ പറയണം. അപ്പോൾ പ്യൂണിനോട് ചോദിക്കുമ്പോഴും പ്യൂണും വെള്ളം കൊടുക്കൂല. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ അത്രയും ചൈൽഡ്ഹുഡ് ടു യങ് അഡൾട്ട് വരെ അദ്ദേഹം ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി വെള്ളത്തിനോടനുബന്ധിച്ച്. പിന്നെ അദ്ദേഹത്തിന് അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാമം എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളൊരു ബ്രാഹ്മൺ ടീച്ചർ ഉണ്ടായിരുന്നു, അയാൾ കൊടുത്തതാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു സംഭവം വെള്ളവുമായി ബന്ധപ്പെട്ടുള്ളത്, പിന്നെ ഇവർ രണ്ടാളും, അതായത് അദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സും കൂടി അദ്ദേഹത്തിൻ്റെ ഫാദർ ചൗദാർ വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷേ ആ വെള്ളം ഉപയോഗിക്കാൻ അൺടച്ചബിൾ ആയിട്ടുള്ള അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സും കൂടി ഗോർഖോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം ഫാദറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ കാട്ടിലാണ് പോകുന്നത്. ബുള്ളോക്കാട്ടിൽ പോകുമ്പോൾ കാളവണ്ടിക്കാരൻ പറയും ഡബിൾ ഫെയർ തന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ കാരണം ഇവർ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയൊക്കെ കഴുകേണ്ടി വരും. അപ്പോൾ അതൊക്കെ വീണ്ടും അയത്താവും. അപ്പോൾ എന്നാലും അത് കൊടുത്ത് അവർ പോവുകയാണ്. പോണ സമയത്ത് വഴിയിൽ അവർക്ക് വീണ്ടും ദാഹം തോന്നുമ്പോൾ അവിടെ അടുത്തൊരു കുളം അന്വേഷിക്കുകയാണ്. അവിടെ ഒരു കുളം കാണുമ്പോൾ ഒരു കുളം ഉണ്ട്, അത് വളരെ വൃത്തിയായിട്ടുള്ള സ്റ്റിങ്കി ആയിട്ടുള്ള വൃത്തിയില്ലാത്ത സ്മെല്ലൊക്കെ ഉള്ളൊരു കുളമാണ്. പക്ഷെ എന്നാലും അവിടെ ഇറങ്ങി വെള്ളം കുടിക്കാൻ ഓണറോട് ചോദിക്കാൻ പറയുകയും ഓണറോട് നിങ്ങൾ അൺടച്ചബിൾ ആണ് എന്ന് പറയരുത് എന്നാണ്
ഈ പിന്നെ കളവണ്ടിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. പക്ഷെ അത് അവരറിയുകയും അവസാനം അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതും വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. പിന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ചൗദർ ടാങ്ക് നിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ ഫാദർ പങ്കാളിയാവുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ 1927 ദളിതിനും ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം വേണം എന്നുള്ള രീതിയിൽ ദളിത് മൂവ്മെന്റ് അദ്ദേഹം മുന്നിൽ നിന്ന് ഉണ്ടാവുകയും അങ്ങനെ 1937 ബോംബെ ഹൈക്കോർട്ട് അതിനനുകൂലമായ വിധി വരികയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് അങ്ങനെ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബുക്കിൽ ഷെൽട്ടർ എന്ന ഭാഗമാണ് നമ്മൾ നറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വീട്, ഒരു അഭയം. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വീട് കിട്ടാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടോ ഒക്കെ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ന്യായം പറയാം. പക്ഷെ ഇത് എന്താണ് ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെ അത് വായിച്ചെടുക്കാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു പാഴ്സി നെയിം സ്വീകരിച്ചാണ് ഒരു പാഴ്സി ഇന്ത്യയിൽ ഒക്കെ താമസിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അവിടുന്ന് പാഴ്സികൾ നിന്നെ ഞങ്ങൾ കൊല്ലും അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറക്കി വിടുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട്, ക്രിസ്ത്യൻ ഫ്രണ്ടിനോടൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വൈഫിന് ബുദ്ധിമുട്ടാണെന്ന് പറയണം. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും ഇവരെ മാറ്റി നിർത്തുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പിന്നെ അദ്ദേഹം മിനിസ്റ്ററിനൊക്കെ അതിന് വേണ്ടിയിട്ട് കത്തെഴുതുന്നുണ്ട്. പക്ഷെ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മാനസികമായി ആകെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗം ട്രാവൽ എന്ന ഭാഗത്തുള്ള ഒരു സംഭവമാണ് പറയുന്നത്, യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ 1934 43 വയസ്സായ സമയത്ത് ഔറംഗാബാദിലേക്ക് ഒരു ബസ് യാത്ര നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള പിന്നെ മെഹർ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാരും കൂടിയും അവരെല്ലാവരും പൊളിറ്റിക്കലി പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അദ്ദേഹം 1929 നാസിക്കിലേക്ക്, ബോംബെയിലെ നാസിക്കിലേക്ക് നടത്തിയ മറ്റൊരു പിന്നെ ട്രാവലിനെ കുറിച്ചുള്ള ഒരു മെമ്മറി ഇവരുമായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് അന്ന് പോണ സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പിന്നെ അവിടെ കുറേ ആൾക്കാർ പിന്നെ അൺടച്ചബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ കാണുകയും ഇദ്ദേഹം ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം താമസിക്കാമെന്ന് പറഞ്ഞാണ്ട് അദ്ദേഹം റെഡി ആവുകയും അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിങ്ങാണ്ട് ഒരു വണ്ടി ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയിൽ പോണ സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നുകയാണ് ആ വണ്ടി ശരിയായ രീതിയിലല്ല പോകുന്നത്. അങ്ങനെ ചെറിയ രീതിയിലൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. പക്ഷെ ആക്സിഡന്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് ശരിയായ ഓട്ടാൻ കഴിയാത്ത ആളായിരുന്നു ഡ്രൈവർ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് താങ്കളെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞപ്പത്തിന് അതിൽ ഡ്രൈവർ സമ്മതിക്കാതിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് വലിയ ഒരു ബോധമില്ലാത്ത ഒരാളാണ് പിന്നീട് അത് ഓട്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന രീതിയിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടിയങ്ങാണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിങ്ങാണ്ട് പിന്നെ ഒരു ദൗലാബാദിൽ ഒരു ഫോർട്ടിലെത്തിയപ്പോൾ ഒരു ഫ്രഷ് വാട്ടർ ടാങ്ക് കണ്ടു. അവിടെ ഇറങ്ങി വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു മുസ്ലിം ഗ്രൂപ്പ് വരികയും ഇവരോട് നിങ്ങൾ അൺടച്ചബിൾ അല്ലേ, വാട്ടർ പൊല്യൂട്ട് ആക്കണ്ട എന്ന് പറഞ്ഞങ്ങാണ്ട് ആർഗ്യുമെന്റ് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ആർഗ്യുമെന്റിൽ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ അവസാനം ഈ മുസ്ലിം ഗ്രൂപ്പ് പോയ സമയത്ത് ഒരു എംപ്ലോയിനെ അവിടെ വെച്ചു. കാരണം ഇവരെങ്ങാനും ഇത് ഉപയോഗിക്കുന്നുണ്ടോ, ഇവരെങ്ങാനും ഇത് പിന്നെ ഇത് തൊട്ടാൽ അശുദ്ധമാവുമല്ലോ, അപ്പം അത് നോക്കാൻ വേണ്ടി ഒരു എംപ്ലോയിനെ വെച്ചങ്ങാണ്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു ഡിബേറ്റ് ഒരു അതായത് അംബേദ്കർ ഗാന്ധി ഡിബേറ്റിലേക്ക് പോവുകയാണ്. അതായത് ഗാന്ധി എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്കറിയാം 1934 1947 ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസ് നടക്കുന്ന സമയമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് പിന്നെ ഫ്രീഡം ഫൈറ്റിംഗ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്, ഗാന്ധിജി ആക്ച്വലി ബിലോങ് ഫ്രം ഐ തിങ്ക് ഒരു ഹൈ ക്ലാസ് കാസ്റ്റിൽ നിന്നുള്ള ഒരാളായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗാന്ധിസ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി വാസ് ടു ഫൈറ്റ് ഫോർ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് എന്നുള്ളതാണ് അല്ലെ. ബ്രിട്ടീഷിനെ എങ്ങനെയെങ്കിലും തുരത്തി ഓടിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ പ്രയോറിറ്റി. ബട്ട്
പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഫോർ ട്രാൻസ്ഫോമിങ് ഹിന്ദു സൊസൈറ്റി ആൻഡ് ടു അവോയ്ഡ് ദിസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. അതായത് ഹിന്ദു സൊസൈറ്റിയിലെ ഈ ജാതീയതയിൽ നിന്നൊന്ന് രക്ഷിച്ച് ഈ ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്നൊരു സംരക്ഷിക്കൂ എന്നാണ്, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു രക്ഷ വേണം എന്നാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1936 അദ്ദേഹം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വളരെയധികം സ്ട്രോങ് ക്രിട്ടിക്കാണ്. ഓർത്തഡോക്സ് ഹിന്ദു ആൻഡ് കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയാണ് അത് വരുന്നത്. പിന്നെ ശൂദ്രാസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ദ ഫോർമേഷൻ ഓഫ് ശൂദ്ര കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഹി ബിക്കെയിം ദ ഫസ്റ്റ് ലോ മിനിസ്റ്ററായി ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ. പിന്നെ അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കൺവേർഷൻ നടത്തുകയാണ് ചെയ്യുന്നത്, മതം മാറി. കാരണം എന്നിട്ട് അദ്ദേഹം പിന്നെ ബുദ്ധിസം ആൻഡ് ധമ്മ, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന് പറയുന്ന ബുക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ബുദ്ധ ആൻഡ് ധമ്മ എന്ന ബുക്ക് എഴുതുകയും 1950 അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഈ കാസ്റ്റിസം എന്ന് പറയുന്നത് ഹിന്ദു പ്രാക്ടീസാണ്. സോ കൺവേർഷൻ കുഡ് ഹെൽപ്പ് ദളിറ്റ്സ് ടു ഗെയിൻ ദെയർ ഡിഗ്നിറ്റി എന്നാണ്. സോ ട്രാൻസ്ഫോം ചെയ്യുക, അവരുടെ കൺവേർട്ട് ചെയ്യുക, റിലീജിയൻ കൺവേർഷൻ മാത്രമാണ് ഈ ഒരു അൺടച്ചബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ബുദ്ധിസം ടോട്ട് ചെയ്യുന്ന എന്താണ്, ആനിമൽസ്, അതേപോലെ ബേർഡ്സ്, ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഒന്നാണ്, ഈക്വൽ, ആൾ ഈക്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുകയും അതിലേക്ക് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1957 അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കഥയുടെ ലാസ്റ്റ് വീണ്ടും ആ രണ്ടാൾക്കാരിൽ ഒരാൾക്ക് ഇപ്പോൾ ഭീമിനെ കുറിച്ച് പ്രധാനമായ അറിവുകളൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിനൊരു അഡ്മിറേഷനും റെസ്പെക്റ്റൊക്കെ തോന്നിയിട്ട് ജയ് ഭീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥയുടെ ഭാഗം കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ആ ഒരു ലെവലിലേക്ക് എത്താൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയുക ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്, ഭീമിയാന എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്രാഫിക് നോവൽ എന്താണ്, ഗോണ്ട് ആർട്ട് എന്താണ്, പിന്നെ ഈ അത്യാവശ്യം സ്റ്റോറിയും ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബ്ലോക്കിൽ തന്നെ ഒന്നും കൂടി ഒരു ദ ബ്ലൂ അംബ്രല അങ്ങനെ എന്തൊരു സ്റ്റോറിയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നറേറ്റ് ചെയ്യാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ.